ഹലോ, ഇനി നമുക്കൊരു ഫ്ലവർ ബ്ലോസം ജെൽ ആർട്ട് ചെയ്താലോ? ആദ്യം നമുക്കൊരു വൈറ്റ് ബേസ് കൊടുത്ത് യു വി ലാമ്പിൽ ക്യൂർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബ്ലോസം ജെല്ല് വെച്ചിട്ടൊരു കോട്ടിംഗ് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ജെൽ ഉള്ളത് കൊണ്ട് നമ്മുടെ നെയിൽ പോളിഷ് പെട്ടെന്ന് എക്സ്പാൻഡായ ഡിസൈനിലേക്ക് വരും. അതിനുവേണ്ടി ഒരു മിക്സിംഗ് പാലറ്റ് എടുത്ത് നെയിൽ ആർട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവറിൻ്റെ കളർ സെലക്ട് ചെയ്യുക. അതിനായിട്ടുള്ള നെയിൽ പോളിഷ് എടുത്ത് നമുക്ക് മിക്സിംഗ് പാലറ്റിൽ വെച്ചതിന് ശേഷം നമുക്ക് ആർട്ട് ബ്രഷ് യൂസ് ചെയ്ത് നമുക്കതിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ കോമയൊക്കെ ഇടുന്ന പോലെയാണ്, ഒരു റോസ് ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് എൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഡിസൈൻ ചെയ്തതിന് ശേഷം യു വി ലാമ്പിൽ ക്യൂർ ചെയ്യാൻ വെച്ചു. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. ആ ടൈമിലാണ് ഞാൻ ഓർത്തത് ബ്രഷ് ക്ലീൻ ചെയ്തില്ല. ബ്രഷ് നമ്മൾ ഓരോ പ്രാവശ്യവും യൂസ് ചെയ്യുമ്പോഴും നെയിൽ പോളിഷ് വെച്ച് ടച്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അസറ്റോൺ വെച്ച് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ബ്രഷ് ഡാമേജായി പോവും. അപ്പോൾ നമ്മൾ യു വി ലാമ്പിൽ ക്യൂർ ആയിട്ടുണ്ട്. ഇത് നമുക്കിൻ്റെ ഗ്ലോസി ഫിനിഷ് കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് വീണ്ടും യു വി ലാമ്പിൽ വെക്കാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു കുഞ്ഞ് ഫ്ലവർ ഡിസൈൻ വിത്ത് എ ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.